ഓക്കെ, ചാപ്റ്റർ 2 നിന്നാണ് നമുക്ക് ലെസൺസ് പഠിക്കാനുള്ളത്. ഓക്കെ, ചാപ്റ്റർ 2 ഭക്ഷണവും മനുഷ്യരും. എന്താണ് ലെസൻ്റെ പേര്? ഭക്ഷണവും മനുഷ്യരും. അപ്പോൾ ഈ ചാപ്റ്റർ 2 എന്ന ലെസണിൽ നിന്നും ഫാസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 16 അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി SCERT സീരീസ് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ നോട്ട്സ്, അതായത് നോട്ട്സൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾക്ക് ഒരു എളുപ്പപ്പണി എൻ്റെ നോട്ട്സ് എടുക്കുന്നതിനോടൊപ്പം തൊട്ടടുത്ത് ടെക്സ്റ്റ് ബുക്കും കൂടി വെച്ച് കവർ ചെയ്യുമ്പോൾ എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. അങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 6. അടുത്തത് നോക്കിയേ, ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 28 ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉള്ളത്. ബോക്സ് ഉണ്ട് കേട്ടോ. ഭക്ഷണം ശേഖരിച്ചിരുന്നു. നമുക്കറിയാം ആദിമ മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്നത് തന്നെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അല്ലേ. വേട്ടയാടുകയും ഭക്ഷണങ്ങൾ ശേഖരിക്കുകയും വേട്ടയാടി ചെയ്യുക, മീൻ പിടിക്കുക, കല്ലുകളും കമ്പുകളും ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ കൂട്ടമായി വേട്ടയാടിയിരുന്നു. അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു. കാട്ടിൽ ജീവിച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് നോർമലി അറിയാവുന്നതാണ്. ജസ്റ്റ് 1 ടൈം റീഡ് ചെയ്താലും മതി കേട്ടോ. അടുത്തത്, വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? സിമ്പിളാണ് അല്ലേ. നമുക്കറിയാം കായ്ക്കനികൾ എന്ന് പറയുമ്പോൾ കായ്കറികൾ. ഓക്കെ, വേരുകളും കിഴങ്ങുകളും, മത്സ്യങ്ങൾ, ഭക്ഷ്യയോഗ്യമായ ഇലകൾ, മൃഗങ്ങളുടെ മാംസം, ഇതൊക്കെയാണ് അവർക്ക് ഭക്ഷ്യവസ്തുക്കളായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അടുത്തത് നോക്കിക്കേ, ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് വരില്ല, ബട്ട് ഈ ഒരു ലെസണിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രാചീന മനുഷ്യൻ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കാം തീ ഉപയോഗിച്ചിരിക്കുന്നത്? സിമ്പിൾ. എന്തൊക്കെയാണ്? ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിന്, മൃഗങ്ങളുടെ ആക്രമണങ്ങൾ നിന്നും രക്ഷപ്പെടാൻ, തണുപ്പകറ്റാൻ, ഗുഹകളിലെ ഇരുട്ടകറ്റാൻ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രാചീന മനുഷ്യൻ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിന്, മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ, പിന്നെ തണുപ്പകറ്റാൻ, ഗുഹകളിലെ ഇരുട്ടകറ്റാൻ. അവർ എന്താണ് ചെയ്തിട്ടുണ്ടാവുക? തീ കണ്ടുപിടിച്ചു അല്ലേ. അടുത്തത്, എന്തൊക്കെ സാഹചര്യങ്ങളിലായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? 1, ഭക്ഷണത്തിൻ്റെ ദൗർബല്യം. 2, ജനസംഖ്യാ വർധനവ്. ഭക്ഷണം സംഭരിച്ചു വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്നതിന്, കാലാവസ്ഥ മാറ്റം, കാട്ടുതീ, പ്രകൃതി ദുരന്തങ്ങൾ, പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇവയൊക്കെ കാരണം ഈ ആദിമ മനുഷ്യങ്ങൾക്ക് സാഹചര്യം, കാരണം എന്നും ഒരേ സാഹചര്യമല്ല. ഇവർ കൃഷി തുടങ്ങി, അതുപോലെ കൃഷി തുടങ്ങുന്നതിനോടൊപ്പം ജനസംഖ്യ വർദ്ധിച്ചു. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണം, കുറച്ചും കൂടി ഡെവലപ്ഡ് ആവണം. കൃഷി രീതിയിലാണെങ്കിലും ഇവർ ഭക്ഷണം ഒരുപാട് ശേഖരിക്കുമ്പോൾ അത് വെക്കാനൊരു സ്ഥലം വേണം. അതുപോലെ കാട്ടുതീനെ തടയാനുള്ളൊരു സംവിധാനം വേണം. കാലാവസ്ഥ മാറ്റം വരുമ്പോൾ അതിനെ നേരിടാനൊരു സംവിധാനം വേണം. അങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ നേരിടാൻ വേണ്ടി അവർ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് മാറ്റി നിർബന്ധമായി. അടുത്തത്, ആദിമ മനുഷ്യർ എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചിരിക്കുന്നത്? ഇതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്ത് പോവേണ്ട ടേംസ് മാത്രമേ ഉള്ളൂ ഈ ലെസണിൽ കേട്ടോ. ഭക്ഷ്യയോഗ്യമായ ചെടികൾ, വേരുകൾ, തൈകൾ എന്നിവ തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായിരുന്ന നദീതീരങ്ങളിലാണ് മനുഷ്യർ പ്രധാനമായും കൃഷി ആരംഭിച്ചത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിരിക്കുക? അതായത് സൂക്ഷിച്ചുണ്ടാവുക എവിടെയായിരിക്കും? ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? അന്നത്തെ കാലത്തിൽ നമ്മളത്തെ പോലെ എന്താ പറയുക, ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് നോക്കിക്കേ, മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ പറയുമ്പോൾ ഈ കൊട്ട, ഈറ മറ്റേ
ഈറയാണോ ഈറ്റയാണോ എന്നറിയില്ല കേട്ടോ, ഈറ എന്നല്ലേ പറയുന്നത്. ഓക്കെ. മരപാത്രങ്ങൾ, ധാന്യപ്പുരകൾ, പത്തായം പോലുള്ളവ, കളിമൺ ഭരണികൾ, നിലത്ത് നിർമ്മിച്ച കുഴികൾ, ജീവികളുടെ പുറംതോടുകൾ, ഇതിലൊക്കെയാണ് അവർ ബാക്കി വന്ന ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് വെക്കുന്നത്. ആഹാരം പാകം ചെയ്യുന്നതിനും സംരംഭിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? അത് ജസ്റ്റ് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനിയാണ് നമുക്ക് PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ മെയിനായിട്ട് വരുന്നത്. എന്താണ് ബാർട്ടർ സമ്പ്രദായം? എന്താണ് ബാർട്ടർ സമ്പ്രദായം? നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ്, ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്, അല്ലേ? നാണയവ്യവസ്ഥ 5 രൂപ കൊടുത്ത് ഒരു ചോക്ലേറ്റ് വാങ്ങുന്നു എന്നതിന് പകരം 5 രൂപയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുമായി വിലയുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു പറ നെല്ല് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു. അങ്ങനെയുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനങ്ങളെ എന്താ പറയുക, പരസ്പരം കൈമാറ്റം ചെയ്യുന്ന ആ ഒരു സമ്പ്രദായത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാർട്ടർ സമ്പ്രദായം. നോക്കിക്കേ, നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം സാധനങ്ങളുടെ കൈമാറ്റം, അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ഒരു പറ നെല്ല് കൊടുത്തിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നു. കാരണം ഇതൊക്കെ നാണയ വ്യവസ്ഥകൾ, അതായത് ഈ നാണയങ്ങൾ, പൈസ ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ സാധനങ്ങളെ വെച്ച് കൈമാറ്റം ചെയ്യുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് ഡെവലപ്പ് ആവുമ്പോൾ എന്തായി മാറുന്നത്? ഒരു കച്ചവട മേഖലയിലേക്ക് മാറുന്നു. ഈ കച്ചവട മേഖലയിൽ നിന്നും എന്താകുന്നു? ചന്തകൾ രൂപീകരിക്കുന്നു. കച്ചവടത്തിൽ വരുന്ന സാധനങ്ങളെല്ലാം ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അങ്ങനെ ചന്തകളെല്ലാം കൂടിച്ചേർന്ന് കച്ചവട കേന്ദ്രങ്ങളായി രൂപപ്പെടുന്നു. ഈ കച്ചവട കേന്ദ്രങ്ങൾ രൂപപ്പെട്ട് നഗരങ്ങളായിട്ടാണ് മാറുന്നത്. ഓക്കെ, നഗരങ്ങളായിട്ട് മാറുന്നു. ഇനി നമ്മൾ ഈ ലെസണിൽ കുറച്ച് സംഭവങ്ങളും കൂടി പഠിക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾക്കറിയാം സംഘകാലം സംഘകാലം നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് നമ്മുടെ മൊബൈലിലാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതായത് തിണ. എന്താണ് ഈ തിണ? ഒന്ന് അറിയാലോ അല്ലേ? അതായത് BCE 3-ാം നൂറ്റാണ്ടിലും CE 3-ാം നൂറ്റാണ്ടിലും ഇടയിലാണ് ഈ സംഘകാലം നിലനിന്നിരുന്നത്. ഓക്കെ, ഞാനിതൊരു ചെറിയൊരു ടേം പോലെ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. പ്രാചീന തമിഴകം സാമൂഹിക ജീവിതം രൂപപ്പെടുന്നതിന് തിണകൾക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു. ഈ തിണ നമ്മൾ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ലെസൺ ആയതുകൊണ്ട് നമ്മൾ അതും കൂടി ഒന്ന് പറയണമല്ലോ. അപ്പം ഈ പ്രാചീന തമിഴകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആന്ധ്രാപ്രദേശിലെ വെങ്കിട മലനിരകളിൽ നിന്നും, അതായത് ആന്ധ്രാപ്രദേശ് ഇവിടെയാണ് അല്ലേ, ഇവിടെയുള്ള വെങ്കിട മലനിരകളിൽ നിന്നും തെക്കൻ കന്യാകുമാരി താഴെയാണ് അല്ലേ, തെക്കൻ കന്യാകുമാരിയും അതുപോലെ കേരളവും കർണാടകയും ചേർന്നിട്ടുള്ള ഈ സ്ഥലമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രാചീന തമിഴകം. എന്തെന്ന് പറയുന്നത്? പ്രാചീന തമിഴകം. ഇവിടെ കൂടുതലും ചെയ്യുന്നത് തിണയാണ് കേട്ടോ. ഇവിടെ കൂടുതലും എന്താണ്? തിണകൾക്കാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇവിടെ കൂടുതലും തിണകൾക്കാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. നമ്മൾ നേരത്തെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിലും ഈ ഒരു തിണകളെ കുറിച്ചുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അതായത് ഇപ്പം ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ തിണകൾ എന്താണ്? കുറിഞ്ചി അല്ലേ? ഇതൊക്കെ ഒരു എക്സ്ട്രാ നോട്ടാണ് കേട്ടോ. കുറിഞ്ചി. ഈ കുറിഞ്ചി എന്ന് പറയുന്നതിൻ്റെ ഭൂപ്രദേശം എന്തായിരിക്കും? കാടും മലയും നിറഞ്ഞത്. ഇവരുടെ തൊഴിൽ എന്താണ്? ഇവരുടെ തൊഴിൽ വേട്ടയാടുകൾ ആണ് ചെയ്യുന്നത്. എന്താണ്? വേട്ടയാടൽ. അപ്പോൾ കിട്ടിയില്ലേ? ആദ്യത്തെ എന്താണ്? ആദ്യത്തെ തിണ കുറിഞ്ചി, കാടും മലയും നിറഞ്ഞത്. തൊഴിലെന്താണ്? വേട്ടയാടൽ. അടുത്തത് എന്താണ്? മുല്ലൈ. അതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുല്ലൈ അല്ലേ? മുല്ലൈ എന്ന് പറയുമ്പോൾ എന്താണ്? പുൽമേടുകളാണ്. ഭൂപ്രദേശം പുൽമേടുകൾ.
എന്താണ് അവരുടെ തൊഴിൽ? കന്നുകാലി വളർത്തൽ. ഇതും നിങ്ങളൊരു ജസ്റ്റ് പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ലൈക്ക് ഒരു ബോക്സ് ഒക്കെ ഇട്ടിട്ട് ടേബിൾ ഫോമിലേക്ക് നിങ്ങൾക്ക് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. അടുത്തത്, അപ്പോൾ രണ്ടാമത്തെ കഴിഞ്ഞു. ആദ്യത്തെ എന്തായിരുന്നു? കുറിഞ്ചി. രണ്ടാമത്തെ മുല്ലൈ. മൂന്നാമത്തെ പാലൈ. എന്താണ്? പാലൈ. പാലൈ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഭൂപ്രദേശം? വരണ്ട പ്രദേശങ്ങളാണ്. എന്താണ്? വരണ്ട പ്രദേശങ്ങൾ. അവരുടെ തൊഴിൽ എന്താണ്? കന്നുകാലി വളർച്ച. അപ്പം നമ്മൾ ഇപ്പം 3 തിണകൾ പഠിച്ചു. കുറിഞ്ചി, മുല്ലൈ, പാലൈ പഠിച്ചു അല്ലേ? ഇനി അടുത്തത് എന്താണ്? നാലാമത്തെ മരുതം. എന്താണ്? മരുതം. നാലാമത്തെ മരുതം. ചതുപ്പ് പ്രദേശമാണ് ഭൂപ്രദേശം. ഇത് പഴയ SCERT സോഷ്യൽ ലെസണിലുണ്ട്. ഏത് ചാപ്റ്ററാണ് എന്ന് ഞാൻ ഓർക്കുന്നില്ല, അതേപോലെ ഏത് ക്ലാസ്സാണെന്ന് ഓർക്കുന്നില്ല, നോക്കിയിട്ട് പറയാം. ഞാൻ അടുത്ത ലെസൻ്റെ നോട്ട്സ് ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തുടക്കം എവിടെയാണെന്നുള്ളത് പറയാം, അല്ലെങ്കിൽ ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം, ഈ ഒരു ബോക്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പം മരുതം, ചതുപ്പ് പ്രദേശം. അവരുടെ തൊഴിൽ എന്താണ്? ചതുപ്പ് പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൃഷിയായിരിക്കും മെയിൻ തൊഴിൽ. അടുത്തത് എന്താണ്? മരുതം കഴിഞ്ഞു. ആൻഡ് 5th വൺ നെയ്തലാണ്. നെയ്തൽ എന്താണ്? തീരപ്രദേശമാണ്. നെയ്തൽ എന്താണ്? തീരപ്രദേശം. അപ്പം നമ്മൾ മൊത്തം എത്ര പഠിച്ചു? 5 തിണകളാണ് പഠിച്ചത്. എന്താണ് പഠിച്ചത്? 5 തിണകൾ അല്ലേ? 5 തിണകൾ പഠിച്ചു. ഒന്നെന്തായിരുന്നു? കുറിഞ്ചി. 2 മുല്ലൈ. 3 പാലൈ. 4 മരുതം. 5 നെയ്തൽ. അതിൽ 1 കുറിഞ്ചി. കാടും മലയും നിറഞ്ഞ ഭൂപ്രദേശമാണ്. തൊഴിൽ വേട്ടയാടൽ. മുല്ലൈ പുൽമേടുകൾ നിറഞ്ഞ ഭൂപ്രദേശമാണ്. തൊഴിൽ കന്നുകാലി വളർത്തൽ. പാലൈ വരണ്ട പ്രദേശങ്ങൾ നിറഞ്ഞ ഭൂപ്രദേശമാണ്. തൊഴിൽ കന്നുകാലി കവർച്ച. ഓക്കെ, കന്നുകാലി കവർച്ചയാണ് തൊഴിൽ. മരുതം ചതുപ്പ് പ്രദേശമാണ്, കൃഷി. ആൻഡ് നെയ്തൽ തീരപ്രദേശം. എന്താണ് തീരപ്രദേശത്തിൽ മെയിനായിട്ടുള്ള തൊഴിൽ? എന്താണ്? മത്സ്യബന്ധനവും ഉപ്പ് നിർമ്മാണവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ പ്രാചീന കാലം മുതൽ തന്നെ നാടിന് വിദൂരദേശങ്ങളായി കൈമാറ്റം ഉണ്ടായിരുന്നു. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, വിദൂരദേശം ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് നോട്ട് ചെയ്തേണ്ടത്? പ്രാചീന കാലം മുതൽ തന്നെ നാടിന് വിദൂരദേശങ്ങളായി കൈമാറ്റം ഉണ്ടായിരുന്നു. ആ ദേശങ്ങളുടെ പേരാണ്: 1 റോമാക്കാർ. ആരാണ്? റോമാക്കാർ. റോമൻസ് എന്ന് പറയില്ലേ? റോമാക്കാരാണ്. 2 ചൈനക്കാർ. ഓക്കെ, 2 ചൈനക്കാരാണ്. മനസ്സിലായില്ലേ ഏകദേശം? ഞാനത് കറക്റ്റായിട്ട് പറയാം. 1 റോമൻസ് എന്ന് പറയും അല്ലേ? റോമൻസ്. 2 ചൈന. ഓക്കെ. 3 ജൂതർ. കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. 4 അറബിക്കാർ. ഓക്കെ, അപ്പോൾ 4 വിദേശ ആളുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സാധനങ്ങളെ കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് കാലത്തായിരുന്നു? പ്രാചീന കാലം മുതലേ. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്ന് ആരൊക്കെയാണെന്ന് നോക്കിക്കേ. പ്രാചീന കാലം മുതൽ തന്നെ നാടിന് പ്രാചീന കാലത്തായിരുന്നു വിദൂരദേശങ്ങളായി കൈമാറ്റം ഉണ്ടായിരുന്നു. എന്താണ് കൈമാറ്റം ചെയ്തത്? അവർ നിർമ്മിച്ച സാധനങ്ങൾ. ഓക്കെ, ഇവർ നിർമ്മിച്ച സാധനങ്ങൾ വിദൂരദേശങ്ങളായിട്ട് കൈമാറ്റം ഉണ്ടായിരുന്നു. ഏത് കാലത്താണ്? പ്രാചീന കാലത്ത്. ആരൊക്കെയാണ് ആ വിദൂരദേശക്കാർ? നോക്കിക്കേ. റോമൻസ്. ആരാണ്? റോമൻസ്, ചൈനക്കാർ, ജൂതർ, അറബിക്ക്. ഇങ്ങനെ 4 ദേശങ്ങളാണ് ഉള്ളത്. മനസ്സിലായില്ലേ? റോമാക്കാർ, ചൈനക്കാർ, ജൂതർ, അറബിക്കാർ. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവരിൽ നിന്നൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. നോക്കിക്കോ. ഇത് ചിത്രത്തിലുള്ള എന്താണ് കണ്ടോ? ഇതിനെന്താണ്? കുരുമുളകുണ്ട്, ഏലം, ഇഞ്ചി,
പട്ട, ഗ്രാമ്പു, ജാതിക്ക ഇങ്ങനെ ഉള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ഉള്ളത്. ഇത് നമ്മുടെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ സോഷ്യൽ സയൻസ് പാഠം 2 നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കണം. ഇതിനെക്കുറിച്ച് ഈ തന്നിരിക്കുന്ന സ്പൈസസ് 6 നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പഠിക്കണം. അപ്പം നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. ഓക്കെ, കുരുമുളക് ആണ് ഫസ്റ്റ് വൺ. നമുക്കറിയാം കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന ആരാണ്, കുരുമുളകാണ് അല്ലേ. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സ്പൈസസ് ആരാണ്, കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു, രാജാവ് എന്നറിയപ്പെടുന്നു. മനസ്സിലായില്ലേ. അപ്പോൾ കുരുമുളകിൻ്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ്. എവിടെയാണ്, ദക്ഷിണേന്ത്യയിലാണ്. അപ്പോൾ കുരുമുളകിൻ്റെ ജന്മദേശം എവിടെയാണ്, സൗത്ത് ഇന്ത്യ. ഇതും നമ്മൾ കഴിഞ്ഞ SCERT ബുക്കിനകത്ത് ഈ ഒരു സംഭവം ഉണ്ട് അല്ലേ, ഉണ്ട്. അപ്പോൾ ഇതും കഴിഞ്ഞ SCERTയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുരുമുളകിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു, സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ്, ജന്മദേശം എവിടെയാണ്, ദക്ഷിണേന്ത്യയാണ്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, അതുപോലെ വിറ്റാമിനുകൾ, ധാതുക്കൾ, കൊഴുപ്പ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. കുരുമുളകിന് എരിവ് നൽകുന്ന ഘടകമാണ് പെപ്പറിൻ. കാണാൻ പറ്റുന്നുണ്ടോ, അതായത് പെപ്പറിൻ. ഈ ഫോർത്ത് പോയിന്റ് കണ്ടോ, ഈ അണ്ടർലൈൻ ചെയ്തതാണ്. പെപ്പറിൻ എന്ന് പറഞ്ഞ ഒരു ഘടകം ഉള്ളത് കൊണ്ടാണ് കുരുമുളകിന് എരിവ് തോന്നിയിരിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിക്കേ. അടുത്ത പോയിന്റ് എന്താണ്, ഭക്ഷണ പദാർത്ഥങ്ങൾ. ഓക്കെ, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്നു എന്നതാണ് അടുത്ത പോയിന്റ്. അത് നമുക്ക് അറിയാവുന്നതാണ്. അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. ഓക്കെ, അപ്പോൾ കുരുമുളക് ഇത്രയേ ഉള്ളൂ. മെയിനായിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചു പോവുക. ഓക്കെ, ഇത് കുരുമുളകാണ്. അപ്പോൾ എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് എന്താണ്, കറുവാപ്പട്ട. നോക്കിക്കേ, മരങ്ങളുടെ പുറം തൊലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. അപ്പം നിങ്ങൾക്ക് അതും കിട്ടി അല്ലേ. ഭക്ഷണം രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു, നമുക്കറിയാവുന്നതാണ് അല്ലേ. ഇപ്പോൾ കറുവപ്പട്ടയ്ക്ക് തന്നെ നല്ലൊരു മണമുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത്. എവിടെയാണുള്ളത്, ആ പോയിന്റ് നോക്കിക്കേ. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കറുവപ്പട്ട നമ്മൾ പഠിച്ചു. എന്താണ്, മരങ്ങളിലെ പുറംതൊലിയിൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ. ഇതിൽ കൃഷി ചെയ്യുന്നത് കൂടുതലും എവിടെയാണ്, കേരളത്തിലാണ്. അഞ്ചരക്കണ്ടി, കണ്ണൂരിലെ അഞ്ചരക്കണ്ടി എന്ന സ്ഥലത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നോക്കിക്കേ, ഏലം. നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് കുരുമുളകിനെ പറഞ്ഞു. ഇവിടെ ആരാണ്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ്, ഏലമാണ്. ആരാണ്, ഏലം. കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. എവിടെയാണ് ഏലം കൃഷി ചെയ്യുന്നത്, കേരളത്തിലും ആസാമിലുമാണ് കൃഷി ചെയ്യുന്നത്. ആര്, ഏലത്തിൽ കേരളവും ആസാമുമാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. ഇനി ഏലത്തിൻ്റെ ജന്മദേശം നോക്കിക്കേ. ഇന്തോനേഷ്യയും ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം. അപ്പം അതും നമ്മൾ പഠിച്ചു. അപ്പോൾ ഏലവും പഠിച്ചു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി, കേരളത്തിലും ആസാമിലും കൃഷി ചെയ്യുന്നു. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിൽ ഏലത്തിൻ്റെ ജന്മദേശം. അടുത്തത് ജാതി. എന്താണത്, ജാതിക്ക അല്ലേ. അപ്പോൾ ജാതിക്ക നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു, കുരുമുളക്, കറുവപ്പട്ട, ഏലം. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ജാതി.
ഔഷധ ഗുണം നിറഞ്ഞ ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ജാതിക്ക. കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതിമരം സമൃദ്ധമായി വളരുന്നു. കേട്ടോ, കണ്ടോ, കർണാടകയും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശത്താണ് ജാതിക്ക കൂടുതലും കാണപ്പെടുന്നത്. മധ്യകാലഘട്ടങ്ങളിൽ അറബികൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളുണ്ട്. നമ്മൾ പറഞ്ഞു, അറബിക്കാരും അതുപോലെ ജൂതരും ചൈനക്കാരൊക്കെ എന്ത് കൊണ്ടുപോകും, നമ്മളുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും. അതിൽ ജാതിക്ക കൊണ്ടുപോകുന്നത് ആരാണ്? മധ്യകാലഘട്ടങ്ങളിൽ അറബിക്കാരാണ് ഇന്ത്യയിൽ വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ട് പോയിരുന്നത് എന്ന് എവിടെ പറയുന്നുണ്ട്? ചരിത്രരേഖകളിൽ ഉണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് ലഭിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ, ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിച്ച് വരുന്നു. ഇത് കോമൺ ആയിട്ട് നമുക്കറിയുന്ന കാര്യമാണ്. അടുത്ത ആള് ഗ്രാമ്പു. നമുക്കറിയാം അല്ലേ, ഗ്രാമ്പു അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലും, ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും എന്താണ്, എല്ലാവരുടെ വീട്ടിൽ അടുക്കളയിലും സ്ഥിരമായി കാണുന്ന സംഭവങ്ങളാണ്. അന്തർദേശീയ വിപണിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധ വ്യഞ്ജനമാണ് ഗ്രാമ്പു എന്ന് പറയുന്നത്. ഓക്കെ, സുഗന്ധ ഇതാണ് ഗ്രാമ്പു. നോക്കിക്കേ, മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പു കൃഷി ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? കേരളത്തിലും തമിഴ്നാട്ടിലും. ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ചൈനക്കാരാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്, ഗ്രാമ്പു ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഗ്രാമ്പുവിൻ്റെ പൂമുട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നത്. പൂമുട്ടുകളിൽ നിന്നാണ് അവർ ആദ്യം തുടങ്ങിയത്. എന്തൊക്കെയുണ്ട് ഗ്രാമ്പൂവിൽ? പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമ്പു പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഇനി ഈ സ്പൈസസ് അല്ലാണ്ട് കുറച്ച്, അതായത് നമ്മുടെ നാട്ടിലെ തന്നെ കുറച്ച് സംഭവങ്ങൾ അല്ലേ, പഴം വർഗ്ഗങ്ങളും നമ്മുടെ വെജിറ്റബിൾസും എവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്? പല നാട്ടിൽ നിന്നും വരുന്നുമുണ്ട്, പല നാട്ടിൽ നിന്നും പോകുന്നുമുണ്ട്. നോക്കിക്കേ, ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്നു. ഇഞ്ചിയുടെ ജന്മദേശം ഇന്തോനേഷ്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു. എവിടെയൊക്കെയാണെന്നാണ് കരുതപ്പെടുന്നത്? ഇന്ത്യയോ മലേഷ്യയോ ആണെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയോ മലേഷ്യ ആണെന്നാണ് കരുതപ്പെടുന്നത്. ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത്. അതായത് നമ്മുടെ അവിടെ തന്നെയാണ് അല്ലേ, ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെ കൃഷി ചെയ്യുന്നതും എവിടെയാണ്? കേരളത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പോകുന്നത്. 2 ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കാം. ഏത് സുഗന്ധ വ്യഞ്ജനമാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്? സിമ്പിൾ, എന്താണ്? കുരുമുളക് അല്ലേ? ഓക്കെ, ഇനി നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ കണ്ടെത്തുക. കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക, മഞ്ഞൾ, ഇഞ്ചി, വാനില, പുളി, സർവ്വസുഗന്ധി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ പരിസരത്ത് ഉള്ളത്. അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോവാം. മരച്ചീനി അല്ലേ, മരച്ചീനി എവിടെയാണ് ജന്മദേശം? തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യുന്ന, കണ്ടോ, ഒക്കെ വിദേശമാണ് അല്ലേ. മരച്ചീനി എവിടെയൊക്കെയുണ്ട്? തെക്കേ അമേരിക്കയുണ്ട്, ആഫ്രിക്കയുണ്ട്, ഇന്തോനേഷ്യയുണ്ട്, ഇന്ത്യ തുടങ്ങിയ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് അല്ലേ. ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി എന്നും ജന്മദേശം തെക്കേ അമേരിക്കയാണെന്നും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. മരച്ചീനി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു. അപ്പം മരച്ചീനി കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരായിരുന്നു? തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു. തിരുവനന്തപുരം കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ആദ്യമായി കണ്ടുപിടിച്ച അത്യുത്പാദന ശേഷിയുള്ള മരച്ചീനിക്ക് ശ്രീ വിശാഖം എന്ന പേര് നൽകിയത് ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണ നിലനിർത്താനായിരുന്നു. ആ ഒരു പോയിന്റും കൂടി പഠിക്കുക. തിരുവനന്തപുരത്തിലാണ് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? എവിടെയാണ്? തിരുവനന്തപുരം. അടുത്തത്,
പപ്പായ. നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, പപ്പായയും കൈതച്ചക്കയും. അപ്പോൾ പപ്പായ പഠിക്കാം. പപ്പായയുടെ ജന്മദേശം അമേരിക്കയാണ്. ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു. പോഷക മൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് എന്ത്? പപ്പായ എന്ന് പറയുന്നത്. ഇരുമ്പ്, കാൽഷ്യം, വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ പപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അപ്പോൾ പപ്പായയുടെ ജന്മദേശം എന്താണ്? അമേരിക്കയാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ സിക്സ്ത് ഓർ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ ബുക്കിൽ തന്നെ, ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കഴിഞ്ഞ SCERT, അതായത് പഴയ SCERTയിൽ ഫിഫ്ത്തിൻ്റെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള സംഭവം തന്നെയാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് വെർഷനാണെന്ന് മാത്രം. അടുത്തത് കൈതച്ചക്ക. എന്താണ്? ബ്രസീൽ. എവിടെയാണ്? ബ്രസീലാണ് ജന്മദേശം. സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്ത് ഫലമാണ്? സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ ചോദിക്കാം, സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീൽ ജന്മദേശമായ പഴവർഗം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കൊടുക്കാം? കൈതച്ചക്ക കൊടുക്കാം, അല്ലേ? ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ആരാണ് ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത്? പോർച്ചുഗീസുകാരാണ്. ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക. ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക. അടുത്തത് കശുവണ്ടി. രണ്ടെണ്ണം ഉണ്ട്, കശുവണ്ടിയും ഉരുളക്കിഴങ്ങും. ഓക്കെ, എന്താണ് കശുവണ്ടി? ജന്മദേശം ബ്രസീലാണ്. ഓക്കെ, ജന്മദേശം ബ്രസീലാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത്. സെയിം, അതായത് നമ്മുടെ കശുവണ്ടിയും പപ്പായയും സെയിം അല്ലേ? നോക്കിക്കേ, പപ്പായ അല്ല, കൈതച്ചക്ക അല്ലേ? കൈതച്ചക്കയും കശുവണ്ടിയും സെയിം ആണ് അല്ലേ? രണ്ടുപേരുടെയും ജന്മദേശം ബ്രസീലാണ്. നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് രണ്ടുപേരുടെയും ജന്മദേശം ബ്രസീലാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ കൊണ്ടുവന്നത്, പ്രചരിപ്പിച്ചത്. ആരൊക്കെയാണത്? കൈതച്ചക്കയും അതുപോലെ കശുവണ്ടിയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചാൽ കണ്ണൂരിലാണ്. ഓക്കെ, കേരളത്തിൽ എവിടെയാണ്? കണ്ണൂരിലാണ്. പക്ഷേ കശുവണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായങ്ങൾ, അതായത് കമ്പനീസ്, ഫാക്ടറീസ് ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ് ചോദിച്ചാൽ കൊല്ലമാണ്. അപ്പോൾ അതൊന്ന് മാറിപ്പോവാതെ നോക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ്. എന്നാൽ കശുവണ്ടിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങൾ കൂടുതലുള്ളത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കാൽഷ്യം, ഇരുമ്പ്, മെഗ്നീഷ്യം, നാരുകൾ തുടങ്ങിയ കശുവണ്ടി പരിപ്പിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയവ എന്തൊക്കെയാണ്? കാൽഷ്യമുണ്ട്, ഇരുമ്പ്, മെഗ്നീഷ്യം, നാരുകൾ തുടങ്ങിയവ കശുവണ്ടി പരിപ്പിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അടുത്തത് എന്താണ്? ഉരുളക്കിഴങ്ങ്. നമുക്ക് അറിയാം അല്ലേ, ഡെയിലി നമ്മൾ ചിലപ്പോൾ കഴിക്കുന്ന സംഭവങ്ങളാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം എവിടെയാണെന്ന് നോക്കിക്കേ, പെറുവിലാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ആണ്. നമുക്കേറെ പരിചയമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ കിഴങ്ങുവിളയാണ് ഉരുളക്കിഴങ്ങ്. പ്രോട്ടീൻ, അന്നജം എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്. പ്രോട്ടീനും അന്നജവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്. അപ്പം നമ്മൾ എന്തിനൊക്കെ കുറിച്ച് പഠിച്ചു? ഒന്ന് കുരുമുളകിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നോക്കാം, നമുക്ക് ഏതിനൊക്കെയാണ് നമ്മൾ പഠിച്ച് തീർത്തത് നോക്കാം. കുരുമുളക് പഠിച്ചു, കറുവപ്പട്ട പഠിച്ചു, ഏലം, ജാതി, ഗ്രാമ്പു, ഇഞ്ചി, മരച്ചീനി, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? മെയിൻ അവരുടെ ജന്മസ്ഥലം, ആരാണ് അതിൽ പ്രചരിപ്പിച്ചത്, അതുപോലെ അതിൽ ഉള്ള ലവണങ്ങൾ, ധാതുക്കൾ, അതുപോലെ അതിലുള്ള ഫാക്റ്റ്, വിറ്റാമിൻസ് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ മറ്റൊരു അതിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ അത് കൃഷി ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുക. ഏത് പ്രദേശത്താണ് എന്നുള്ളത് പഠിക്കുക. അങ്ങനെ അടുത്തത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം. ഇത് ഇമ്പോർട്ടൻ്റ് ആവാനാണ് ചാൻസ് കേട്ടോ. എന്താണ് നോക്കിക്കേ, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം എപ്പോഴാണ്? 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഓക്കെ, ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അഥവാ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവന്നത്. എന്താണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം? എന്താണ് നോക്കിക്കേ, മെയിൻ ഉദ്ദേശം എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക. എന്താണ്?
എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന താണ് ഈ ഒരു നിയമത്തിൻ്റെ ലക്ഷ്യം. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക. ഓക്കെ, എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ആ സംവിധാനം എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു പോയിന്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അതായത് നമുക്കറിയാം, എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ മെയിൻ നിയമത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പദ്ധതികളുണ്ട്. ഒന്ന് ഉച്ചഭക്ഷണ പദ്ധതിയാണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഉച്ചഭക്ഷണ പദ്ധതി. 2 പൊതുവിതരണ സംവിധാനം, അതായത് നമ്മുടെ റേഷൻ ഷോപ്പ് പോലുള്ള സംവിധാനങ്ങൾ. 2 ICDS, എന്താണ് സംയോജിത ശിശു വികസന സേവന പരിപാടി. ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ കീഴിൽ വരുന്ന പദ്ധതികളാണ് ഉച്ചഭക്ഷണ പദ്ധതി, പൊതുവിതരണ സംവിധാനം, സംയോജിത ശിശു വികസന സേവന പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കുറച്ച് നമുക്ക് വേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ലെസണിൽ നിന്നും. ലോക ഭക്ഷ്യദിനം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒക്ടോബർ 16. മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ ആദ്യത്തെ മൃഗം നായ. എറണാകുളം ജില്ലയിലെ ചേറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. എപ്പോഴാണ് മിശ്രഭോജനം നടന്നത്? 1917 മെയ് 29. അപ്പോൾ ഈ ഒരു ലെസണിൽ മിശ്രഭോജനത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് ഈ ഒരു ലെസൺ മൊത്തമായും എന്താണ്? ഭക്ഷണ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ മിശ്രഭോജനം എങ്ങനെ ഇവിടെ വന്നു എന്ന് നോക്കിയാൽ എന്താണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത് തന്നെ മതം ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മിശ്രഭോജനം നടത്തിയത് അല്ലേ. അതിൻ്റെ ആരാണ് സംഘടിപ്പിച്ചത് ചോദിക്കുമ്പോൾ നമുക്കറിയാം, സഹോദരൻ അയ്യപ്പൻ. എപ്പോഴാണ് ചെയ്തത്? 1917 മെയ് 19. 1917 മെയ് 29. 1917 മെയ് 29 മിശ്രഭോജനം നടത്തിയത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു പോവുക, മിശ്രഭോജനം. അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടേം ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുക. ഓക്കെ, നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മളത് കൊടുക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുക. മിശ്രഭോജനം എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ബംഗാൾ ക്ഷാമം ഉണ്ടായത് എപ്പോഴാണ്? 1943 ബംഗാൾ ക്ഷാമം ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പട്ടിണി മൂലമാണ് അവർ മരണപ്പെട്ടത്. എന്തുകൊണ്ടാണ്? നെൽകൃഷി കൊടുങ്കാറ്റിൽ നാശം സംഭവിച്ചതുകൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് 1943 ബംഗാൾ ക്ഷാമം ഉണ്ടായത്. ഭക്ഷണം കിട്ടാതെയാണ് പകുതി പേരും മരണപ്പെട്ടത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് എപ്പോൾ? 2013. നമ്മൾ ഓൾറെഡി ഇവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എപ്പോഴാണ്? 2013. അടുത്തത് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ച വർഷം 2023. ഇനി ഏതൊക്കെയാണ് ചെറുധാന്യങ്ങൾ? പുല്ലുവർഗത്തിൽപ്പെട്ടവരാണ് ചെറുധാന്യങ്ങൾ. ഓക്കെ, അതറിയാം. പുല്ലുവർഗത്തിൽപ്പെട്ടവരാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെ വരാം? ഒന്ന് റാഗി അല്ലേ, റാഗി, തിന, അതുപോലെ ബാർലി, ജോവർ, അങ്ങനെയുള്ളതൊക്കെയാണ് ചെറുധാന്യം എന്ന് പറയുന്നത്. ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുല്ലുവർഗത്തിൽപ്പെട്ടവ. ജോവർ, റാഗി, വരക്, തിന, ബാർലി, ബജറ, ഇതൊക്കെയാണ് ചെറുധാന്യങ്ങളായിട്ട് വരുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ലെസൺ. അപ്പം
നെക്സ്റ്റ് ലെസൺ അടുത്ത വീഡിയോയിലേക്ക് ഇടാം.